കേരള PSC 18/1/2024 നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2024 ചോദ്യം 1. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എഴുതുക. 1. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 2. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 3. 1792 ശ്രീരംഗപട്ടണം സന്ധിപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ബി ആണ് അതിൻ്റെ ഉത്തരം. 1, 2, 3 ശരിയാണ്. ചോദ്യം 2. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. അതിൻ്റെ ഉത്തരം സി ആണ്. ബിയും സിയും ഡിയും ശരിയാണ്. ബിയും സിയും ഡിയും. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. ഇതെല്ലാം ശരിയാണ്. ചോദ്യം 3. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി മൂന്നാമത്തെ, അതിൻ്റെ ഉത്തരം ബി ആണ്. 2, 3, 4 ശരിയായ ജോഡി. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. അതൊക്കെ ശരിയാണ്. ചോദ്യം 4. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ചോദ്യം 4. ചോദ്യം 4ൻ്റെ ഉത്തരം സി ആണ്. 1783 പാരീസ് ഉടമ്പടി. ചോദ്യം 5. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ഉത്തരം ബി ആണ്, ഏഷ്യ. ചോദ്യം 6. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര? ചോദ്യം 6. ഉത്തരം എ ആണ്, 10 രാജ്യങ്ങൾ. ചോദ്യം 17. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെ? ചോദ്യം 7. ഉത്തരം ഡി ആണ്, ആലപ്പുഴ. ചോദ്യം 8. കേരളത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏത്? ഉത്തരം ഡി ആണ്, ഹോക്കി. ചോദ്യം 9. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 9. ഉത്തരം എ ആണ്, ഉദ്യോഗ സംവരണം. ചോദ്യം 10. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ചോദ്യം 10. അതിൻ്റെ ഉത്തരം ബി ആണ്. 1, 3 പ്രസ്താവനകളാണ് ശരി. ചോദ്യം 11. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക. ചോദ്യം 11. ഉത്തരം ഡി ആണ്, ചിനൂക്കാണ്. ചോദ്യം 12. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. ചോദ്യം 12. ഉത്തരം സി ആണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ചോദ്യം 13. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ചോദ്യം 13. ഉത്തരം ബി ആണ്, 6:30 AM. ചോദ്യം 14. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ചോദ്യം 14. ഉത്തരം സി ആണ്, മാൻഡമസ്. ചോദ്യം 15. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് എഴുതുക. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എഴുതുക. ചോദ്യം 15. അതിൻ്റെ ഉത്തരം ഡി ആണ്, എല്ലാം ശരിയാണ്. ചോദ്യം 16. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത്? ചോദ്യം 16. ഉത്തരം സി ആണ്, ചോളം. ചോദ്യം 17. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം 17. ഉത്തരം ബി ആണ്, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. ചോദ്യം 18. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചൻ ബച്ചാവോ
ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഡി ആണ്. കൂട്ടെന്നാണ് അറിയപ്പെടുന്നത്. ഡി. ചോദ്യം 19. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ചോദ്യം 19. ഉത്തരം എ ആണ്. 2100 കലോറി. ചോദ്യം 20. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 20. ഉത്തരം ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2, 3. അതാണ് ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 21. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ചോദ്യം 21. ഉത്തരം ബി ആണ്. ഒള്ളി 3 മാത്രമാണ് ശരി. ചോദ്യം 22. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം 22. ഉത്തരം എ ആണ്. 2, 3. ഒള്ളി 2 and 3. ചോദ്യം 23. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 23. ഉത്തരം സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 24. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 24. അതിൻ്റെ ഉത്തരം ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് 1, 2, 3 ഇവയെല്ലാം ശരിയാണ്. ചോദ്യം 25. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയേത്? ചോദ്യം 25. ഉത്തരം ഡി ആണ്. ഒള്ളി 1 and 2. 1ഉം 2ഉം. ചോദ്യം 26. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 26. ഉത്തരം എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ചോദ്യം 27. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം സി ആണ്. 2ഉം 3ഉമാണ് ശരിയായത്. ചോദ്യം 28. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 28. ഉത്തരം എ ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ചോദ്യം 29. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം സി ആണ്. എല്ലാം ശരിയായതാണ്. 1, 2, 3. ചോദ്യം 30. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 30. ഉത്തരം സി ആയിരുന്നു. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ചോദ്യം 31. കണ്ണിലെ കോർണിയ വരണ്ട അതാര്യമാകുന്ന സിറോപ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ചോദ്യം 31. ഉത്തരം ഡി ആണ്. വിറ്റാമിൻ എ. ചോദ്യം 32. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുകു വഴി പകരുന്ന രോഗം ഏത്? ചോദ്യം 32. ഉത്തരം ബി ആണ്. മലമ്പനി. ചോദ്യം 33. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തർസ്രാവി ഗ്രന്ഥി ഏത്? ചോദ്യം 33. ഉത്തരം സി ആണ്. പാൻക്രിയാസ്. ചോദ്യം 34. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ചോദ്യം 34. ഉത്തരം എ ആണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. ചോദ്യം 35. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ചോദ്യം 35. ഉത്തരം ബി ആണ്. ഋതുക്കരിതാൽ. ചോദ്യം 36. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? ചോദ്യം 36. ഉത്തരം എ ആണ്. അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലുമായതിനാൽ. ചോദ്യം 37. അദിശ അളവുകളുടെ ഉദാഹരണം താഴെ ചേർത്തവയിൽ നിന്നും കണ്ടെത്തുക. ചോദ്യം 37. ഉത്തരം ഡി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 38. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ചോദ്യം 38. ഉത്തരം ബി ആണ്. ക്ലോറോഫോം. ചോദ്യം 39. BCSINF എന്നീ മൂലകങ്ങളെ അവയുടെ അലോഹ ഭാവത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ
ക്രമീകരിക്കുക. ചോദ്യം 39, ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 40, ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പ്രൈസ് 3 പേർ പങ്കിട്ടെടുത്തപ്പോൾ അതിൽ 2 പേർ അലക്സി യെക്കിമോവ്, ലൂയിസ് ഈബ്ഗൂസ് എന്നിവരെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണ്? ചോദ്യം 40, ഉത്തരം സി ആണ്, ഫ്രാൻസ്. ചോദ്യം 41, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം? ഉത്തരം സി ആണ്, 32. ചോദ്യം 42, ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? ഉത്തരം എ ആണ്, 10. ചോദ്യം 43, ചോദ്യം 43ൻ്റെ ഉത്തരം സി ആണ്, 1. ചോദ്യം 44, ഒരു മാസത്തെ 20-ാം തീയതി തിങ്കളാഴ്ചയാണ് എങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏത്? ഉത്തരം ബി ആണ്, വ്യാഴം. ചോദ്യം 45, മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് സമയമെടുത്താൽ തീവണ്ടിയുടെ നീളം എത്ര? 45, ഉത്തരം ഡി ആണ്, 130. ചോദ്യം 46, ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്ന സമയം ഏത്? ചോദ്യം 46, ഉത്തരം ഡി ആണ്, 5:40. ചോദ്യം 47, 7 സംഖ്യകളുടെ ശരാശരി 93 ആണ്. ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 90 ആയി. ഒഴിവാക്കിയ സംഖ്യ ഏത്? ഉത്തരം ബി ആണ്, 111. ചോദ്യം 48, ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ് എങ്കിൽ അമ്മയുടെയും മകൻ്റെയും വയസ്സുകളുടെ തുക എത്ര? ചോദ്യം 48, ഉത്തരം സി ആണ്, 51. ചോദ്യം 49, ചോദ്യം 49ൻ്റെ ഉത്തരം ഡി ആണ്, 2. ചോദ്യം 50, ചോദ്യം 50ൻ്റെ ഉത്തരവും ഡി ആണ്, 4/5. ചോദ്യം 51, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം സി ആണ്, ക്ലാസ് സി വിഭാഗത്തിലാണ് പെടുന്നത്. ചോദ്യം 52, ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസത്തിന് അറിയപ്പെടുന്ന പേര്? ഉത്തരം എ ആണ്, ഉൽപ്പതനമെന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ചോദ്യം 53, താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ചോദ്യം 53, ഉത്തരം ഡി ആണ്, ഓക്സിജൻ. ചോദ്യം 54, LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ചോദ്യം 54, ഉത്തരം ഡി ആണ്, ഈഥൈൽ മെർക്യാപ്റ്റൻ. ചോദ്യം 55, ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏത്? ചോദ്യം 55, ഉത്തരം എ ആണ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ചോദ്യം 56, ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ഉത്തരം സി ആണ്, 9%. ചോദ്യം 57, MSDSൻ്റെ പൂർണ്ണ രൂപം എന്താണ്? MSDSൻ്റെ പൂർണ്ണ രൂപം? ഉത്തരം ബി ആണ്, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. ചോദ്യം 58, കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന് മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവ് എത്ര? ചോദ്യം 58, ഉത്തരം സി ആണ്, ഫ്ലാഷ് പോയിന്റ്. ചോദ്യം 59, TEC ടെർണറി യൂട്രിക് ക്ലോറൈഡ് അതിൻ്റെ ഘടകങ്ങൾ ഏവ? TECയുടെ ഘടകങ്ങൾ ഏവ? ചോദ്യം 59, ഉത്തരം ഡി ആണ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ചോദ്യം 60, ജലത്തിൽ ബാഷ്പീകരണ ലീന താപം എത്ര kJ/kg ആണ്? ചോദ്യം 60, അതിൻ്റെ ഉത്തരം ബി ആണ്, 2260. ചോദ്യം 61, പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിൻ്റെ ഫുൾ ഫോം ഏതാ? ചോദ്യം 61, ഉത്തരം എ ആണ്, ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്.
ചോദ്യം 62. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് എന്താണ്? ചോദ്യം 62. ഉത്തരം ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഇരിക്കുന്നത് എല്ലാം. ചോദ്യം 63. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ചോദ്യം 63. ഉത്തരം സി ആണ്. പൊള്ളലേറ്റ ഭാഗത്തെ തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. ചോദ്യം 64. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് കാരണം കൊണ്ടാണ്? ഫ്രോസ്റ്റ് ബൈറ്റ്. ചോദ്യം 64. ഉത്തരം ഡി ആണ്. ശക്തമായ തണുപ്പ് മൂലം. ചോദ്യം 65. സ്കാൽഡ് എന്നാൽ എന്ത്? സ്കാൽഡ് എന്നാൽ എന്ത്? ചോദ്യം 65. ഉത്തരം എ ആണ്. നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവിനെയാണ് സ്കാൽഡ് എന്ന് പറയുന്നത്. ചോദ്യം 66. മാക്സിമം ഇൻഹേലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിന് പറയുന്ന പേര്. ചോദ്യം 66. ഉത്തരം ബി ആണ്. വൈറ്റൽ കപ്പാസിറ്റി. ചോദ്യം 67. ഹിപ്പോക്സിയയ്ക്ക് കാരണം എന്താണ്? ഹിപ്പോക്സിയയ്ക്ക് കാരണം. ചോദ്യം 67. ഉത്തരം സി ആണ്. അന്തരീക്ഷത്തിൽ ആവശ്യമായ അളവിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട്. ചോദ്യം 68. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ബി ആണ്. സ്റ്റേപ്പ് ബോൺ. ചോദ്യം 69. പാമ്പുകടി ഏറ്റയാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ താഴെ പറയുന്നവയിൽ ഏതാണ്? ചോദ്യം 69. ഉത്തരം ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 70. പ്രഥമ ശുശ്രൂഷയിൽ താഴെ പറഞ്ഞിരിക്കുന്നവ കൃത്യമായ പ്രവർത്തന ക്രമത്തിൽ ചിട്ടപ്പെടുത്തുക. ചോദ്യം 70. ഉത്തരം സി ആണ്. 1, 2, 3, 4. ചോദ്യം 71. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? ചോദ്യം 71. ഉത്തരം സി ആണ്. പ്രൈവറ്റ് സർവീസ് വാഹനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? ഉത്തരം സി ആണ്. പ്രൈവറ്റ് സർവീസ് വാഹനം. ചോദ്യം 72. ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങളിൽ കാറ്റഗറി ഡാഷ് വാഹനങ്ങളിൽ നിന്ന് നിർവചിച്ചിരിക്കുന്നു. ചോദ്യം 72. ഉത്തരം എ ആണ്. M3. ചോദ്യം 73. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? ചോദ്യം 73. ചോദ്യം 73. ഉത്തരം സി ആണ്. 365 ദിവസം, 1 വർഷം. ചോദ്യം 74. ലേണേഴ്സ് ലൈസൻസിനുള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും ഡാഷ്. ചോദ്യം 74. ഉത്തരം ഡി ആണ്. വെള്ളപ്രതലത്തിൽ ചുമപ്പ് എൽ എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. വെള്ളപ്രതലത്തിൽ ചുമപ്പ് എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. എൽ എന്ന അക്ഷരം ചുമപ്പ്. ചോദ്യം 75. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം ഏത്? ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം. ഉത്തരം ബി ആണ്. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. ചോദ്യം 76. ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുള്ള ആൾ ആരാണ്? ചോദ്യം 76. ഉത്തരം ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നവരെല്ലാം. ചോദ്യം 77. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്. ചോദ്യം 77. ഉത്തരം ബി ആണ്. 60 ദിവസത്തിന് മുമ്പേ. ചോദ്യം 78. ഒരു വാഹനം ഒരു സ്ഥലത്തെ ഡാഷ് മിനിറ്റിലധികം നിർത്തുന്നതിനെ പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. ചോദ്യം 78. ഉത്തരം സി ആണ്. 3 മിനിറ്റിൽ അധികം. ചോദ്യം 79. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും ഡാഷ് മീറ്റർ മുൻപിലും പിറകിലും വയ്ക്കണം. ചോദ്യം 79. ഉത്തരം ബി ആണ്. 20 മീറ്റർ മുൻപിലും പിറകിലും വെക്കണം. ചോദ്യം 80. മൾട്ടി ടോൺസ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം. ചോദ്യം 80. ഉത്തരം എ ആണ്. 50 മീറ്റർ. ചോദ്യം 81. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? ചോദ്യം 81. ഉത്തരം സി ആണ്. 5 മീറ്റർ.
ചോദ്യം 82. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചുകൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം. ചോദ്യം 82. ഉത്തരം എ ആണ്, 5 മീറ്റർ. ചോദ്യം 83. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം. ചോദ്യം 83. ഉത്തരം ഡി ആണ്, ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. ചോദ്യം 84. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. ചോദ്യം 84. ഉത്തരം ബി ആണ്, 80 km/മണിക്കൂർ. ചോദ്യം 85. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ചോദ്യം 85. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. ചോദ്യം 86. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഉള്ള പ്രസ്താവനകൾ. ചോദ്യം 86. ഉത്തരം എ ആണ്, 1ഉം 2ഉമാണ് ശരി. ചോദ്യം 87. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഡാഷ്. ചോദ്യം 87. ചോദ്യം 87ൻ്റെ ഉത്തരം ബി ആണ്, 1ഉം 2ഉം തെറ്റാണ്. 1 ശരി, 2 തെറ്റ്. ചോദ്യം 88. ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ഉത്തരം സി ആണ്, അൺലോഡർ വെയിറ്റ്. ചോദ്യം 89. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ. ചോദ്യം 89. ഉത്തരം എ ആണ്, പെർമിറ്റ്. ചോദ്യം 90. ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ. ചോദ്യം 90. ചോദ്യം 90. ഉത്തരം ഡി ആണ്, എല്ലാം ശരിയാണ്. ചോദ്യം 91. വഴിയാത്രക്കാരൻ ആയ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണുകിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ